അതായത് ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സ്റ്റഡി മാനേജ്മെൻറ്റ് ഫ്രം MBA കോഴ്സസ്. ഇപ്പോൾ MBA പഠിച്ച ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഠിക്കാതെയാണ് അധികം ആൾക്കാരും ബിസിനസ് ചെയ്യണത്. പഠിച്ച ആളെ സമയത്തോളം ദേ ലേൺ മാനേജ്മെൻറ്റ്. ദി ഹോൾ ഐഡിയ ഈസ് നോട്ട് അബൌട്ട് റിപ്ലിക്കേറ്റിംഗ് വൺ മോഡൽ ഓൺ സംബഡി എൽസ്. കാരണം ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ്. അല്ലെങ്കിൽ വി ലീവ് ഇൻ എ വേൾഡ് വേർ മോർ ദാൻ വൺ ജനറേഷൻ. ബൂമേഴ്സ്, എക്സ്, സെനീലിയൽസ്, വൈ, സെഡ്, ആൽഫ, ബീറ്റ, ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക് ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് പ്രോസസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു ബിസിനസ്സിന് ഒരു ലെഗസി ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ഇറ്റ് ഈസ് ദ ഫൗണ്ടർ. ഓക്കെ, ബിക്കോസ് ഹീ ഈസ് വൺ പേഴ്സൺ, ഹീ ക്യാൻ ടേക്ക് ഓൾ ദ ഡിസിഷൻസ്. ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിൽ ചിന്തിച്ചിട്ട് നിങ്ങളത് ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. ഡൈനിങ് ടേബിൾ ബോർഡ് റൂമായി മാറും. ഈ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ 10-20 വർഷമായിട്ട് ഞാനാണ് ഈ സ്ഥാപനയിൽ പോയിന്റിലേക്ക് എത്തിച്ചത്. നൗ ഐ ആം ദ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഐ ആം ദി ഹെഡ് ഓഫ് ദാറ്റ് സൈഡ്. അപ്പോൾ ഇനി വേറൊരാളെ കൊടുത്തിട്ട് എൻ്റെ മുകളിൽ വെക്കുന്ന തീരെ അംഗീകരിക്കില്ല. വേറൊരു കപ്പാസിറ്റി ഉള്ള ഇയാൾ താഴെ കൊടുത്തു വെച്ചാൽ ചിലപ്പോൾ ഇയാൾക്ക് അതിനുള്ള ബാൻഡ് വീഡ്ത്ത് ഉണ്ടാവില്ല ഇയാളെ മാനേജ് ചെയ്യാനുള്ള. എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് ഓഫ് ബ്രാൻഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമീൻ ഹസൻ, ദ സ്ട്രാറ്റജി അഡ്വൈസർ. വെൽക്കം. താങ്ക് യു സൽമാൻ. ഓക്കെ, നമ്മൾ യാദർശികമായിട്ട് പരിചയപ്പെട്ടതാണ് അല്ലേ. എന്താ പറയുക, വളരെ യാദർശികമായിട്ട് പരിചയപ്പെട്ട, ഇതുവരെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ പല രീതികളിൽ നമ്മൾ ഡിസ്കഷൻസ് പോയിട്ടുണ്ട്. സോ ഈ സ്ട്രാറ്റജി അഡ്വൈസർ എന്താന്ന് ആ ഒരു ടാഗ് ലൈൻ കേട്ടപ്പോൾ ഞാനും ഒന്ന് ക്യൂരിയസ് ആയിരുന്നു, എന്താണ് സ്ട്രാറ്റജി അഡ്വൈസർ? ഐ വാണ്ട് ടു നോ ദാറ്റ്. എസ്പെഷ്യലി ഇപ്പം ഒരു ഫാമിലി ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അല്ലേ, എങ്ങനെയാണ് ഫാമിലി ബിസിനസ് കൊണ്ടുപോകാന്നുള്ളതൊക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. എന്താണ് സ്ട്രാറ്റജി അഡ്വൈസർ എന്ന ടാഗ് ലൈൻ വെക്കാനുള്ള റീസൺ? ബേസിക്കലി സ്ട്രാറ്റജി അഡ്വൈസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ലോങ് ടേം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. ഓക്കെ, ഒരു ബിസിനസ്സിന് യൂഷ്വലി ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാവിങ് ടാക്ടിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്ടിക്കൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. അത് ഇന്ന് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം, അല്ലെങ്കിൽ ഈ വർഷം സോൾവ് ചെയ്യേണ്ട പ്രോബ്ലങ്ങളായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് യൂഷ്വലി ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്ത് ആ ഏരിയയിലായിരിക്കും. നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിംഗ് പ്രോബ്ലം, അല്ലെങ്കിൽ ബ്രാൻഡിങ് പ്രോബ്ലം, അല്ലെങ്കിൽ HR പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നത്തിന് മുകളിലാണ് അധികം ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ കൺസൾട്ടിങ് ആവശ്യം വരുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിനെ ഏൽപ്പിക്കും. പീപ്പിൾ ഹു ആക്ച്വലി കൺസൾട്ട് ഓൺ ഹൗ യു ഷുഡ് മാനേജ് ദ ബിസിനസ്. ഓക്കെ, സ്ട്രാറ്റജി കൺസൾട്ടിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി അഡ്വൈസറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ദ ലോങ് ടേം പ്ലാൻ. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ വിഷൻ. നിങ്ങളുടെ വിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വിഷനിൽ ഒരു 5 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് ഒരു മൈൽ സ്റ്റോൺ എത്താനുണ്ട്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മൈൽ സ്റ്റോൺസ് എത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോർട്ട് ടേം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഡു മെനി തിങ്സ് ദാറ്റ് അലൈൻസ് വിത്ത് ദി ലോങ് ടേം പ്ലാൻ. ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും വേറെ ചെയ്യേണ്ടി വരും. നോർമൽ ബിസിനസ് ഓണറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവർ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു പ്ലാനാണ്. അത് ബേസിക്കലി പല രൂപത്തിൽ ചെയ്യാം. എസ്പെഷ്യലി ഇപ്പോൾ ഇന്നത്തെ ബിസിനസ്സിൽ, എസ്പെഷ്യലി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് ആകുമ്പോൾ ഒരാൾ മാത്രമല്ല അതിൽ ഡിസിഷൻ എടുക്കുക, ഫൗണ്ടർ മാത്രമല്ല ആ ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ യു മേ ഹാവ് പിന്നെ ബിസിനസ് ഇൻവോൾവ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, എസ്പെഷ്യലി സൺസ്, ഡോട്ടേഴ്സ്, അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും, ചിലപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ മോർ ദാൻ എ വിഷൻ, ഇറ്റ്സ് എ ഷെയർഡ് വിഷൻ. അപ്പോൾ ഈ ഷെയർഡ് വിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ ഈ ഷെയർഡ് വിഷൻ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ദേ ഹാവ് ടു ആക്ച്വലി ഡിസ്കസ് ഇറ്റ്, ബ്രെയിൻ സ്റ്റോം ഇറ്റ്, ഡിബേറ്റ് ഇറ്റ്, ആൻഡ് ഇറ്റ് ഷുഡ് കം ആസ് എ കളക്റ്റീവ് ആക്ഷൻ. ആൻഡ് എവരിബഡി ഷുഡ് അഗ്രി ടു ഇറ്റ്. കാരണം ഒരാളുടെ മാത്രം തീരുമാനം നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരൊന്നും അതിലേക്ക് എന്താവില്ല, സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് ഞങ്ങൾ നടത്താറുള്ളത്. വർക്ക്ഷോപ്പ് ബൈ വിച്ച് എല്ലാവരും അവരുടെ ഒപ്പീനിയൻസ് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്നു, അവരവരെ തോട്ട് പ്രോസസ് ടേബിൾ വെക്കുന്നു, ഡിബേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു ഔട്ട്കം, ലൈക്ക് വാട്ട് ദ ഫ്യൂച്ചർ ഷുഡ് ബി, വാട്ട് വി ഷുഡ് അക്കംപ്ലിഷ് ഇയർ ഓൺ ഇയർ, ആൻഡ് വാട്ട് ഷുഡ് ബി അവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ്. യൂഷ്വലി ഈ വിഷൻ സെഷനിലൊക്കെ ആൾക്കാർ ചെയ്യുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് പ്ലാൻ വാട്ട് ദേ വാണ്ട് ടു ഡു ഓർ വാട്ട് ദേ വാണ്ട് ടു ഗെറ്റ്, ആ കീ മൈൽ സ്റ്റോൺസ്. പക്ഷേ പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീ മൈൽ സ്റ്റോൺസ് എത്താൻ ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇന്നത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ പിന്നെ മാൻ പവറിൻ്റെ റിസോഴ്സിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമാവാം. അപ്പോൾ മൈൽ സ്റ്റോൺസ് മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇഫ് യു ജസ്റ്റ് സെറ്റ് ദ മൈൽ സ്റ്റോൺസ് ആൻഡ് വാക്ക് അവേ ഫ്രം ദ റൂം, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. കാരണം ദ ഡേ 1 മുതൽ നിങ്ങൾ അതിനുള്ള ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ വാട്ട് ഈസ് പ്രിവെൻറ്റിങ് അസ് ഫ്രം അച്ചീവിങ് ദറ്റ് മൈൽ സ്റ്റോൺ. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനനുസരിച്ചുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ബിൽഡ് ചെയ്യണം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ വിഷൻ പ്ലാൻ ഈസ് ദോസ് ഇനീഷ്യേറ്റീവ്സ്. കാരണം ആ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഓവർകം ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യും. അത് ക്വിക്കായിട്ട് ഒരിക്കലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല ആ കാര്യങ്ങളൊന്നും. ഈ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺസ് നമ്മൾ സെറ്റ് ചെയ്തു, പക്ഷേ ക്വിക്കായിട്ട് അതിൻ്റെ പ്ലാന് സെറ്റ് ചെയ്തു, പക്ഷേ എക്സിക്യൂഷൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടെന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ക്ലൈൻ്റ് ആണോ എങ്ങനെയാണത്? അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൈൽ സ്റ്റോൺസ്. ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് സെറ്റ് വെരി സ്മോൾ മൈൽ സ്റ്റോൺസ്, ഓക്കെ വളരെയധികം അച്ചീവബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ആ ട്രാക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. ഓക്കെ പക്ഷെ അതിനെ നമ്മളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് അങ്ങനെ കണക്കാക്കില്ലല്ലോ. തീർച്ചയായിട്ടും. ഒരു വിഷണറി ഓർഗനൈസേഷൻ മീൻസ് ദേ ആർ ട്രൈങ് ടു മൂവ് ഫ്രം വൺ ലെവൽ ടു ദി അതർ. So the milestone definitely would be a harder one. Okay. It may not be a 5% growth or 6% growth or something like that. It will be something drastic. ചിലപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ആവാം, ചിലപ്പോൾ വേറൊരു വെർട്ടിക്കലിലേക്ക് നീങ്ങുന്നതാവാം. മനസ്സിലായി. ഈ സെയിൽ എല്ലാ വർഷം കൂട്ടുക എന്ന് പറയുന്നതൊരു മൈൽ സ്റ്റോൺ അല്ല. ഐ മീൻ ദാറ്റ് ഈസ് നോട്ട് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രോത്ത്. ഓക്കെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഗ്രോത്ത് ആയിരിക്കും. ഇറ്റ് ഇൻവോൾവ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവാം, പുതിയ മേഖലകളിലേക്ക് പോണതാവാം, പുതിയ മാർക്കറ്റ്സിലേക്ക് പോണതാവാം, പുതിയ പ്രൊഡക്റ്റിലേക്ക് പോണതാവാം, പുതിയ കസ്റ്റമർ സെഗ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യണതാവാം. പിന്നെ അല്ലെങ്കിൽ ഒരു മേജർ ഷിഫ്റ്റ് ഇൻ ദ വേ ദേ ആർ പ്രൊഡ്യൂസിങ് തിങ്സ് വിച്ച് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓർ ഇൻക്രീസസ് ദ ക്വാളിറ്റി. അങ്ങനെ പല പല ഏരിയസിലായിരിക്കും മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. മനസ്സിലായി. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സബ്സ്റ്റാൻഷ്യൽ. അപ്പോഴാണല്ലോ ആ ഒരു ചലഞ്ച് എലമെൻ്റ് അവിടെ എടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യണത്. മറ്റത് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു നാച്ചുറൽ ട്രാൻസിഷൻ ഓഫ് എ കമ്പനി എന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം എത്ര 20 വർഷമായില്ലേ? ഓൾമോസ്റ്റ് 23 years. 23 ഇയേഴ്സായി. ഈ 23 ഇയേഴ്സിൽ ഒരുപാട് ഏരിയയിൽ കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്താണ് ഈ ഒരു 3 വർഷത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നത്? ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ജേണി? ഐ മീൻ എവറി എൻഗേജ്മെൻറ്റ് ഓർ എവറി ക്ലയൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. കാരണം ഓരോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു ചലഞ്ച് ഉണ്ടാവും. ഓക്കെ. കാരണം അതിലെ പ്രൊമോട്ടർ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ കപ്പാസിറ്റി ബ്രിങ്സ് ഇൻ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അവർ തുടങ്ങുന്ന സ്ഥലം ബ്രിങ്സ് ഇൻ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടീം, അതിനെ ഫൗണ്ടിങ് ടീം അല്ലെങ്കിൽ പിന്നെ എക്സിസ്റ്റിംഗ് സീനിയർ പൊസിഷൻസ് പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. സോ നോ ടു കോമ്പീറ്റിംഗ് ബിസിനസ് ആർ ദ സെയിം. ഓക്കെ. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ദി ഓൺലി തിങ് മൈറ്റ് ബി ദാറ്റ് ദേ മൈറ്റ് ബി കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം പീപ്പിൾ. അത്രേ ഉള്ളൂ. ഏകദേശം സെയിം പീപ്പിളായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വരുമ്പോൾ നോക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ബിസിനസ്സിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ചലഞ്ചായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് 23 yearsൽ ഹൺഡ്രഡ്സ് ഓഫ് ബിസിനസ്സുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തിരുന്നു. ആൻഡ് ഐ തിങ്ക് മോർ ദാൻ 20 ഇൻഡസ്ട്രീസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ജോഗ്രഫീസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി റെയർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് യു ഗെറ്റ്. ഓക്കെ. ഒരേ ഇൻഡസ്ട്രിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക അല്ല? എല്ലാതും ഒരേപോലെ തന്നെ. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില കൺസൾട്ടൻസ് നോർമലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ആ സെയിം ഇൻഡസ്ട്രിയിൽ മറ്റുള്ള ബിസിനസ്സുകളിൽ നിന്നും എടുത്തിട്ടുള്ള അതേ മോഡൽ മറ്റൊരു ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് പ്രോബബ്ലി ഫെയിലിയർ അല്ല ആ ഒരു മോഡൽ എന്ന് പറയുന്നത്? അത് ബേസിക്കലി അങ്ങനെയല്ല കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. ദി ഹോൾ ഐഡിയ ഈസ് നോട്ട് അബൌട്ട് റിപ്ലിക്കേറ്റിംഗ് വൺ മോഡൽ ഓൺ സംബഡി എൽസ്. കാരണം ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ബിസിനസ്സിലെ പ്രൊമോട്ടറല്ല അവിടെ ഇരിക്കുന്നത്, ഈ ബിസിനസ്സിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്, ഈ ബിസിനസ്സിൽ അവരുണ്ടാക്കിയെടുത്തുള്ള സിസ്റ്റം അല്ല അവിടെ ഉള്ളത്, കൾച്ചറല്ല അവിടെ ഉള്ളത്. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഈ രണ്ട് ബിസിനസ്സും സെയിം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, സെയിം പിന്നെ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദേ ആർ ദ സെയിം എന്നുള്ളത്. ദേ ആർ നോട്ട് ദ സെയിം, ദേ ആർ ഡിഫറെൻറ്റ്. Their clients are different, audience are different. Their clients may be same, their customer segment might be same, but they are different. How they operate, how they react, how they take decisions is all different. എല്ലാം ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല ആ കമ്പനിക്ക് അങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റൊരു കോപ്പി അടിച്ചിട്ട് ഇതേമാതിരി സാധനം ചെയ്യണമെങ്കിൽ അവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടൂല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. സോ വൈ ആർ ദേ നോട്ട് ഡൂയിങ് ഇറ്റ്? അതിന് കാരണം അവരുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, ഇൻറ്റേർണൽ ഡൈനാമിക്സ് കുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. അതെ. നമ്മൾ പലപ്പോഴും അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ വരാറുണ്ട് എന്ത്, ഓൺടർപ്രണേഴ്സ് ആർ ഡിഫറെൻറ്റ്, അവരുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്, അവരുടെ വളർന്നു വന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, അവർ ഇടപഴകുന്ന ആളുകളില്ല. റൈറ്റ്. ഓക്കെ. ഇപ്പം ഒരുപാട് ബിസിനസ്സുകൾ 100+ ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഈ ഫാമിലി ബിസിനസ്
ഫോക്കസ്ഡ് ആയിട്ട് ഈ സ്ട്രാറ്റജി അഡ്വൈസർ എന്ന ടാഗ് ലൈനിലേക്ക് എത്താനുള്ളതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു? എന്താണ് ആ ഒരു പോയിന്റ്? ഐ തിങ്ക് ദാറ്റ് ഈസ് എൻ്റെ കൺസൾട്ടിങ് കരിയർ എവല്യൂഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ. ഫോർ ദ ലാസ്റ്റ് 2 decades പിന്നെ ബിസിനസ്സുകളുടെ പിന്നെ സ്ട്രാറ്റജി സൈഡിലും പിന്നെ അതേപോലെ തന്നെ അവരുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സൈഡിലും പിന്നെ വെഞ്ചർ ആർക്കിടെക്ട് സൈഡിലൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്കും എൻ്റെ കൂടെ എൻ്റെ താഴെ ടീം എല്ലാവർക്കും ആ ഒരു ഏരിയയിൽ നമുക്കൊരു നല്ലൊരു എക്സ്പെർട്ടീസ് ഉണ്ടായിട്ടുണ്ട്. വെർ വി അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ് ഓഫ് ഓർഗനൈസേഷൻസ്, വെർ വി അണ്ടർസ്റ്റാൻഡ് ദി കൾച്ചറൽ ഡൈനാമിക്സ്. ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുള്ള ഒരു പിന്നെ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ GCCയിലേക്ക് മാറി. എൻ്റെ ഓപ്പറേഷൻ പ്രീവിയസ്ലി വാസ് ഓപ്പറേറ്റിംഗ്. അതെ ഒരു ലാസ്റ്റ് 15 years ഓർ സംതിങ് ഐ വാസ് ഇൻ കേരള. ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് UAE-യിലുണ്ട് ആൻഡ് ഐ എം സെർവിങ് ക്ലയൻറ്റ്സ് ഇൻ GCC. അപ്പോൾ ഇവിടെയുള്ള പിന്നെ ഏതൊരു മാർക്കറ്റിൽ വരുമ്പോഴും ജസ്റ്റ് ലൈക്ക് വാട്ട് വി അഡ്വക്കേറ്റ് ടു അവർ ക്ലയൻറ്റ്സ്, വി ഹാവ് ടു സ്റ്റഡി ദ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഈ മാർക്കറ്റിനെ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഇപ്പോൾ മാർക്കറ്റിന് ഐ മീൻ ദർ ആർ മെനി മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്, മെനി പീപ്പിൾ ആർ ഓപ്പറേറ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസിൻ്റെ എഫിഷ്യൻസിക്ക് ഇൻക്രീസ് ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ മാർക്കറ്റിന് ഇപ്പോൾ ഉള്ളൊരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദീസ് സക്സസ്ഫുൾ ബിസിനസ്സസ് വിച്ച് ആർ ലൈക്ക് 20-30 years old or 40 years old or maybe like my family business which is 50 years old, ഈ ബിസിനസ്സുകളൊക്കെ ഒരു മേജർ ട്രാൻസിഷൻ ഫേസിൽ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ജനറേഷൻ വന്നിട്ടുണ്ട്. എക്സാക്ട്ലി. അടുത്തൊരു ജനറേഷൻ, അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വിദേശത്ത് പോയി പഠിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടാവും. നൗ ദേ ആർ എൻറ്ററിങ് ദ ബിസിനസ്. ഇൻ സം ബിസിനസ് ഇറ്റ് ഈസ് എ 3rd generation. ദി ഗ്രാൻഡ് സൺസും ഗ്രാൻഡ് ഡോട്ടേഴ്സാണ് ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അനദർ പോയിന്റ്. Previously, historically, it was always boys who came to business, especially Malayalees-ന്റെ ഇടയിൽ. Now, girls വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് because they are getting educated and they also want to play a major role. And all these are creating lot of dynamics. പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we live in a world where there are more than one generation. തീർച്ചയായിട്ടും. ബൂമേഴ്സ്, എക്സ്, സെനീലിയൽസ്, വൈ, സെഡ്, ആൽഫ, ബീറ്റ, ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക് ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ അവരൊരു ഫാമിലി ബിസിനസ്സിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. സോ വി ഗെറ്റ് ടു ഹിയർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ദാറ്റ് മൾട്ടി-മില്യൺ ഫാമിലീസ് അവർ സഫർ ചെയ്യുന്ന പ്രോബ്ലംസ് കേട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അന്ന് വിട്ടും. കാരണം ഫാദർ ഹാസ് ബിൽഡ് എ ബിഗ് എംപയർ ബട്ട് ദ സൺ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഓർ പിന്നെ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ആർ നോട്ട് റിയലി പീപ്പിൾ ഹു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ 100 million ബിസിനസ്സിന് 100 million പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു അല്ലേ. അതായത് അവരുടെ പ്രോബ്ലത്തിൻ്റെ വാല്യൂ അവരുടെ അസറ്റ് വാല്യൂ ആണ്. തീർച്ചയായിട്ടും. കാരണം ഒരു $1 billion പിന്നെ ആസ്തിയുള്ളൊരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി അത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ $1 billion പ്രോബ്ലം. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ മാർക്കറ്റിൽ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒട്ടുമിക്ക അധികം ഫാമിലി ബിസിനസ്സുകളിലും അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ദർ ആർ ഇഷ്യൂസ്. അതെല്ലാം ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റിലേക്ക് പോയിട്ടുണ്ടാവണമെന്നില്ല. ബട്ട് ഇറ്റ് കുഡ് ബി ഡിസഗ്രിമെൻറ്റ്സ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ. ബട്ട് ദേ ആർ നോട്ട് ആക്റ്റീവ്ലി ഗോയിങ് അഹെഡ് വിത്ത് ഇറ്റ് ബിക്കോസ് ആ കുടുംബ ബന്ധം പ്രശ്നമാക്കേണ്ട എന്നുള്ള നിലക്ക്. പക്ഷെ ഒരുപാട് വാട്ട് യു കോൾ ദർ ആർ മെനി തിങ്സ് ദാറ്റ് ക്യാൻ ലീഡ് ടു ദ ബിസിനസ് സ്പ്ലിറ്റിംഗ് അപ്പ് or not continue the next generations when the founder is no more. അപ്പോൾ നാളെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാദറിനൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ആ ഒരു ട്രഡീഷണൽ ബിസിനസ് കൊണ്ടുനടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം മേ ബി ബിസിനസ് ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവിടെ ഉള്ളൊരു കോമൺ ക്വസ്റ്റ്യനാണ്, ഞാൻ പിന്നെ ഉണ്ടാക്കിയതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ അവർക്ക് ഞാനിത് അവർക്കുള്ളതല്ല, അവരല്ലത് കൊണ്ടു നടക്കേണ്ടത്. അങ്ങനെ ഒരു മിത്ത് ഉണ്ടല്ലോ ഫാമിലിയിലൊക്കെ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു 10-20 വർഷം 30 വർഷം ബിസിനസ് ചെയ്തിട്ട് പരിചയമുള്ള ആളുകളുടെ ഇടയിൽ അവരുടെ ഉള്ളിലുണ്ടാവും, എൻ്റെ മക്കളല്ലാണ്ട് പിന്നെ ആരാടെ കൊണ്ടു നടക്കുക. അപ്പോൾ അങ്ങനെ അടുത്തുള്ളവരെന്താ പറയാനുള്ളത് നമുക്ക്? ആക്ച്വലി ഫാമിലി ബിസിനസ്സുകളിൽ ഒരുപാട് തെറ്റായ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ, ഒരു കാലത്തിൽ ഒരു പക്ഷേ റെലവൻ്റ് ആയിരിക്കാം, ബട്ട് നോട്ട് ഇൻ ദിസ് ജനറേഷൻ ആയിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ ഈ ഫാമിലി ബിസിനസ് ഫൗണ്ടേഴ്സ് കൂടെ കൊണ്ടെടുക്കുന്നുണ്ട്. അതിൽ പെട്ട ചിലതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പോയിൻറ്റ്സൊക്കെ. ആക്ച്വലി ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിച്ച് ഈസ് ആക്ച്വലി ടു ഡിബങ്ക് ദീസ് കൈൻഡ് ഓഫ് മിത്സ്
ഒരു 50യോളം വരുന്ന മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്സ് ദാറ്റ് ഫാമിലി ഫൗണ്ടേഴ്സ് ഹാവ് ടു ഹാവ് വിത്ത് റിഗാർഡ്സ് ടു സീയിങ് ദിയർ ഫാമിലി ബിസിനസ് എന്നുള്ള ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 50 ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ധാരണകൾ വിച്ച് ദേ ഹാവ് ടു ചേഞ്ച്, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രിങ് ഹാർമോണി ഇൻ ദ ഫാമിലി ഓർ ഗ്രോത്ത് ഇൻ ദ ഫാമിലി ഓർ കണ്ടിന്യൂറ്റി ഇൻ ദ ഫാമിലി കൊണ്ടുവരാൻ സാധിക്കില്ല. സോ വെൻ ഐ സേ 50 യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പാക്ട്. കാരണം ദർ ഈസ് എ വെരി ഹൈ ചാൻസ് ദാറ്റ് ഇതിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മിത്സ് വിൽ ബി ഹെൽഡ് ബൈ ദ സെയിം പേഴ്സൺ. തീർച്ചയായിട്ടും ഒരു മിത്തായിട്ടാവില്ല ആൾ നടക്കുന്നത്. ഹി മൈറ്റ് ബി ഹാവിങ് 10 or 20 റോങ് കോൺസെപ്റ്റ്സ് ലൈക്ക് ദിസ്. മേ ബി എല്ലാ ഈ പറഞ്ഞ 50 മിത്തുകളും ഏതെങ്കിലും ഓൺടർപ്രണേഴ്സ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ. അവർ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഓക്കെ ഇതാണ് ഇതിന്റെ റൈറ്റ് എന്ന് പറയും, പക്ഷെ അതൊരു മിത്തായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിന് അത് റെലവൻ്റ് അല്ല അല്ലേ, അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഡീകോഡിങ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ പുസ്തകം ഉണ്ടാവുക. അതായത് ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സ്റ്റഡി മാനേജ്മെൻറ്റ് ഫ്രം MBA കോഴ്സസ്. ഇപ്പോൾ MBA പഠിച്ച ആൾക്കാരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഠിക്കാതെയാണ് അധികം ആൾക്കാരും ബിസിനസ് ചെയ്യണത്. പഠിച്ച ആളെ സമയത്തോളം ദേ ലേൺ മാനേജ്മെൻറ്റ്, ബട്ട് വി ഡോണ്ട് ഹാവ് മച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ മച്ച് കോഴ്സസ് ഓർ ഫോർമൽ ലേണിംഗ് വെൻ ഇറ്റ് കംസ് ടു ഒരു ഫാമിലി എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. മാനേജിങ് എ ഫാമിലി ബിസിനസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മാനേജിങ് എ കോർപ്പറേറ്റ് കമ്പനി. തീർച്ചയായിട്ടും കോർപ്പറേറ്റ് കമ്പനിയിൽ ഉള്ള കൾച്ചറും ഡൈനാമിക്സും ഇമോഷൻസും വേറെയാണ്. ഫാമിലിയിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. എക്സ്പെക്റ്റേഷൻസ് ആർ ഡിഫറെൻറ്റ്, പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതേപോലെ തന്നെ നോ ടു ബിസിനസ് ഈസ് ദ സെയിം എന്ന് പറഞ്ഞ മാതിരി ദീസ് ടു ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പം നല്ലൊരു കോർപ്പറേറ്റ് ലെവലിൽ മാനേജ്മെൻറ്റ് ബിസിനസ് റൺ ചെയ്ത ഒരാൾക്ക് മേ ബി ഫാമിലി ബിസിനസ് റൺ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ചാലഞ്ചിങ് ആയിരിക്കും. എളുപ്പമാവും എന്നുള്ളതല്ല, ദ ഫോർമുല ഈസ് ഡിഫറെൻറ്റ്. ഫോർമുല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അധികം ആൾക്കാരും ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ആക്കണം എന്ന് പറയുമ്പോൾ ദേ ട്രൈ ടു മേക്ക് ഇറ്റ് പ്രൊഫഷണൽ ലൈക്ക് എ കോർപ്പറേറ്റ് ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഈ ഫാമിലി ബിസിനസ്സിൽ 2 കാര്യം നമുക്ക് പ്രൊഫഷണലൈസ് ചെയ്യാനുണ്ട്. യു ഹാവ് ടു പ്രൊഫഷണലൈസ് ദ ഫാമിലി ബിസിനസ്, യു ഹാവ് ടു പ്രൊഫഷണലൈസ് ദ ഫാമിലി. ഫാമിലിനെ നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യണം. എക്സാക്ട്ലി. ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് മെനി പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു ഉൾക്കൊള്ളാൻ പറ്റില്ല ആൾക്കാർക്ക്. ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക ലൈക്ക് അത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഐഡിയ ഒന്ന് ഓവറോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പ്രൊഫഷണലൈസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണെന്നൊക്കെ ആൾക്കാരുടെ ഒരു തോട്ട് ഉണ്ടാവും. എന്താണ് ആക്ച്വലി ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുന്നത്? ആക്ച്വലി ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ബിഗ് ടോപ്പിക്കാണ്. ഞാനൊരു ആക്ച്വലി ഒരു വർക്ക്ഷോപ്പിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി പ്രൊഫഷണലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ ഗ്രൂം ചെയ്യേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നമ്മളെ ഫാമിലി ബിസിനസ്സിൽ നമ്മളെ ഫാമിലി ഇൻവോൾവ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇൻവോൾവ് ചെയ്യുക, എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, ആരൊക്കെയാണ് ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരുന്ന ഡിസിഷൻ മേക്കേഴ്സ്, നമ്മൾ അസറ്റ്സ് നമ്മളെങ്ങനെ ഷെയർ ചെയ്യണം. അതൊക്കെ വെറുതെ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ വർത്താനല്ല ഞാൻ പറഞ്ഞത്. ഹാവിങ് ഇറ്റ് ഡോക്യുമെൻറ്റഡ്, ഹാവിങ് എംപ്ലോയീസ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഫാമിലി ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സബ്സ്റ്റാൻഷ്യലി വെൽത്തുള്ള ഫാമിലീസും കൂടിയാണ്. ബിക്കോസ് ദേ ഷുഡ് ഹാവ് എ ഫാമിലി ഓഫീസ്. ഒരു ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫാമിലി ഓഫീസ് അത് നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ഒരു ഓഫീസ് റൂം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. അല്ലല്ല, ഇത് വേറെ തന്നെ ഒരു കോൺസെപ്റ്റാണ്. ഇത് ആക്ച്വലി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവിഷനാണ്. Okay. That division will be in charge of managing the investment and assets of the family. That division will be in charge of managing the support services of the family. For example, ഫാമിലിക്ക് പിന്നെ കോമൺ അസറ്റ്സ് ഉണ്ട് വിചാരിച്ചോളൂ. ലെറ്റ്സ് സേ യു ഹാവ് എ റിസോർട്ട് ഇൻ മൂന്നാർ ഓർ ഇൻ വയനാട് ആൻഡ് ഇറ്റ്സ് എ ഫാമിലി അസറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിനെ വിളിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അതൊക്കെ ഒന്ന് ശരിയാക്കി തരണം, ഞങ്ങൾ അടുത്ത ആഴ്ച വരേണ്ടത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ, വളരെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ആൻഡ് ദാറ്റ് ക്യാൻ ഹാവ് ഇഷ്യൂസ്. Like, why should he take care of it? Why should he take care of that headache? അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്കൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഒരു മാനേജറോ കാര്യസ്ഥനോ ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവണമെന്നില്ല. ഇവരെടുത്തേക്കാണ് നമ്മളെല്ലാ ഷെയർഡ് കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെടുന്നത്. കമ്മ്യൂണിക്കേഷൻസ്, ബിസിനസ്സിൻ്റെ ഏതൊക്കെ വിവരങ്ങൾ ഏതൊക്കെ കുടുംബക്കാരെ അറിയിക്കണം, ആർക്ക് അറിയിക്കരുത്. ചില ഇൻഫർമേഷൻസ് പിന്നെ ഓണേഴ്സ്, ദ ഫൗണ്ടർ ആൻഡ് ദി പിന്നെ ബിസിനസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സീനിയർ മക്കളായിരിക്കും അറിയുണ്ടാവുക. അത് ചിലപ്പോൾ അവരുടെ ഭാര്യമാർ പോലും അറിയണ ഇൻഫർമേഷൻസ് ആവില്ല.
ഏത് ഇൻഫർമേഷൻ ഭാര്യമാരെ അറിയണം, ഏത് ഇൻഫർമേഷൻ മക്കൾ അറിയണം, ഏത് ഇൻഫർമേഷൻ സ്കൂൾ പഠിക്കുന്ന മക്കൾ അറിയണം, ഏത് ഇൻഫർമേഷൻ പിന്നെ അയൽവാസികൾ അറിയണം, ഏത് ഇൻഫർമേഷൻ ഇൻലോസ് അറിയണം. ഇങ്ങനെയുള്ള ഒരുപാട് ഒരു കമ്മ്യൂണിക്കേഷൻ മാപ്പ് ഒരു ബിസിനസ്സിന് ആവശ്യമാണ്. പലപ്പോഴും പറയല്ലോ ബിസിനസ് ഓണേഴ്സ് അങ്ങനെ ഞാൻ ഫാമിലിയിൽ ഞാൻ എപ്പോഴും ഓപ്പൺ അപ്പാണ്, എല്ലാവർക്കും എന്നെ കുറിച്ച് എല്ലാതും അറിയാം, അപ്പം അങ്ങനെ അറിയാൻ പാടില്ല. ഈ എല്ലാം അറിയുക എന്ന് പറയുന്നത് ഒരു വളരെ ആംബിഗ്യസ് ടേമാണ്. കാരണം ഒരു ബിസിനസ്സിന് ഒരുപാട് തരം ഇൻഫർമേഷൻസ് ഉണ്ടാവും. എക്സാക്ട്ലി. സോ ഇതിലൊക്കെ നമ്മൾ എന്താണ് ഒരു ഭരണഘടന ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവർണൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫാമിലി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടർ നമ്മൾ ഉണ്ടാക്കണം, പോളിസികൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മളെ എംപ്ലോയ്മെൻറ്റ് പോളിസി എന്താണ് അത് തീരുമാനിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ സപ്പോർട്ട് പോളിസി എന്താണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഫാമിലി ഓഫീസർ പറഞ്ഞതിൽ പിന്നെ സെക്കൻഡ് സപ്പോർട്ട് ആണെങ്കിൽ തേർഡ് ഫാമിലിൻ്റെ ഹാർമണിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യമാണ്. ഹാർമണി അതായത് ഗെറ്റ് ടുഗദേഴ്സ് ഓർഗനൈസ് ചെയ്യണത്, എസ്പെഷ്യലി പിന്നെ ഒരു 3 ജനറേഷൻ 4 ജനറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിൽ വിൽ സെവറൽ മെമ്പേഴ്സ്. അപ്പോൾ അവരെ ഗെറ്റ് ടുഗദർ, അവരുടെ ചാരിറ്റി മാനേജ്മെൻറ്റ്, അവരുടെ പിന്നെ ഗ്രൂമിങ് കാര്യങ്ങൾ ഏറ്റെടുക്കൽ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പ് കൊടുക്കൽ, ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് തന്നെ ഒരു ഫാമിലി പോകുമ്പോഴാണ് ഈ ഫാമിലി ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കൽ, സെവറൽ ജനറേഷൻസ് പോകല്. തീർച്ചയായിട്ടും ആ കൾച്ചർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ട്രാൻസ്ഫോർമേഷനാണ് അവിടെ വേണ്ടത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് ഫാമിലീസാണ് ഇങ്ങനെ ആവേണ്ടതെന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ചിലവർ പക്ഷേ നമ്മളുടെ ഈ കോൺവെർസേഷൻ കേൾക്കുന്ന ഒരാൾ തോന്നും ഇത് പിന്നെ ലൈക്ക് ഒരു ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഓവറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തോന്നും. തീർച്ചയായിട്ടും എവറി ഫാമിലി ബിസിനസ് നീഡ് നോട്ട് ബി എ പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അയാളുടെ മക്കൾക്ക് ഒരു ചെറിയൊരു എംപ്ലോയ്മെൻറ്റ് പോലത്തെ ഒരു സാധനം അയാളും കാണുന്നുള്ളൂ, അയാളുടെ മക്കളും കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ വലിയ സീരിയസ് ആയി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടുള്ള അവർക്ക് സൗകര്യമുള്ള രൂപത്തിൽ അവർ ട്രഡീഷണൽ നടത്തി പോകുന്ന രൂപത്തിൽ നടത്തി പോകാം. ഓക്കെ, തീർച്ചയായിട്ടും. ഈ ട്രഡീഷണൽ ഫാമിലി ബിസിനസ്സും പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്സും 2 ഡിഫറെൻറ്റ് തിങ്സ് ആണ്. It is 2 different things, and there is no necessity that your business should be a professional family business. എല്ലാ ബിസിനസ്സും പ്രൊഫഷണൽ ആക്കണ്ട, നിർബന്ധമില്ല. ആക്കേണ്ടതുണ്ട്. Only those businesses which are very successful, okay, having substantial assets, and whose founder wants the family to be an influential family for centuries to come. ഇപ്പോൾ ടാറ്റ ബിർളനൊക്കെ പോലെ 200 കൊല്ലം 300 കൊല്ലം 400 കൊല്ലം 500 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഫാമിലീസായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാരുടെ പ്ലാറ്റ്ഫോമിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവർ വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു ഫാമിലിയുടെ ആ ലെഗസി അതുപോലെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഫഷണലൈസേഷൻ. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആവണമെന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അവർ നോക്കിക്കോട്ടെ, അങ്ങനത്തെ തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരാണ് പിന്നെ നോ അവിടെ വരേണ്ട ആവശ്യമില്ല. അത് വേറൊരു കാര്യം കൂടി അപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിന് ഒരു ലെഗസി ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫാമിലി ബിസിനസ് പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ the best person to do it is the founder. Okay. Because he is one person, he can take all the decisions. അയാൾക്ക് എല്ലാ പോളിസികളും ഉണ്ടാക്കുക, എല്ലാ ഭരണഘടനകളും ഉണ്ടാക്കുക. ബാക്കിയുള്ളവരൊക്കെ ആ ഫാദർ എന്നുള്ള പൊസിഷൻ കൊടുത്തുകൊണ്ട് അവർ അലൈൻഡ് അംഗീകരിക്കും. പക്ഷെ പല ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വലിയ വിഷൻ ഉണ്ടെങ്കിലും ഇത് കുറച്ച് സെൻസിറ്റീവ് ഏരിയാസ് ആണല്ലോ. ആര് ഇൻഹെറിറ്റ് ചെയ്യണം, ആര് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ആര് ഏതൊക്കെ മക്കൾ 2-3 ആൾക്കാരുണ്ട്, അതിൽ പിന്നെ പലരും പല കപ്പാസിറ്റിയാണ്, പല ഇൻട്രസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ പോകുന്നുണ്ട്, എല്ലാവരും നല്ലൊരു ഹാപ്പിയിൽ പോകുന്നുണ്ട്. സോ എൻ്റെ കാലശേഷം ലെറ്റ് ദം ഡിസൈഡ് എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യും, ഒന്നും ചെയ്യാതെ റിട്ടയർ അല്ലെങ്കിൽ മരണപ്പെടും. അവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീ ഈസ് ടേക്കിംഗ് ദാറ്റ് ബിസിനസ് ടു എ സൂയിസൈഡ്. ഓക്കെ, അത് അയാളുടെ ഒരു പർപ്പസ് കൂടിയാണ് മേ ബി ഇത് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണത്, അങ്ങനെ ഉണ്ടാവുമോ? ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് ബീങ് വിഷണറി, അത്രേ ഉള്ളൂ. If I see that my family should continue for the next 500 years or more, നമ്മുടെ ഫാമിലിക്ക് ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സബ്സ്റ്റാൻഷ്യൽ വെൽത്ത്, അത് പിന്നെ നമ്മുടെ ജനറേഷനിൽ അവസാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജനറേഷനിൽ അത് അവസാനിക്കാൻ പാടില്ല. പിന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം, അത് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നമ്മളൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ ഒരു ഫാമിലി ആയിട്ട് മാറണം എന്ന് വിചാരിക്കുന്ന വിഷനുള്ള അപൂർവം ചില ആൾക്കാർക്ക് ഉള്ളൊരു സംഗതിയാണിത്. തീർച്ചയായിട്ടും. അപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാനാണ് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ ഞാനൊരു എംപയർ മേ ബി ക്രിയേറ്റ് ചെയ്യും.
അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയോ, അതോ ഫ്രം ദ ബിഗിനിങ് ഒരു ഓണ്ടർപ്രണറിന് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ആവശ്യമുണ്ടോ? ആക്ച്വലി യു ഷുഡ് ഹാവ് ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ. കാരണം ഈ ബിഗിനിങ്ങിൽ നമുക്ക് ആ തോട്ട് ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്തിട്ട് പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പിന്നെ ഫാമിലി ബിസിനസ്സുകൾ പിന്നെ ആ ഒരു ഹാർമണി ഗ്രോത്ത് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ പോകണമെന്നുണ്ടെങ്കിൽ പല ട്രാൻസിഷൻസ് അവർക്ക് വേണം, പല എവല്യൂഷൻസ് അവർക്ക് വേണം. അപ്പോൾ അതിലുള്ള ഒരു എവല്യൂഷനാണ് എന്ത്, ഫാമിലി ഓൺഡ് ഫാമിലി മാനേജ്ഡ് ബിസിനസ്സിൽ നിന്ന് ഫാമിലി ഓൺഡ് നോൺ ഫാമിലി ബിസിനസ് ആക്കിയിട്ട് നമ്മൾ ഫാമിലി മാനേജ്ഡ് ബിസിനസ്സായിട്ട് നമ്മൾ മാറണം. ഓക്കെ. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് എക്സ്പാൻഷനും ഗ്രോത്തിനും എഫിഷ്യൻസിക്കും വി ആർ ഗെറ്റിംഗ് ദ ബെസ്റ്റ് പീപ്പിൾ ടു ഹയർ. ഏറ്റവും നല്ല ആൾക്കാരെ, ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെ നമ്മൾ വെക്കുന്നത്. പക്ഷെ വാട്ട് ഹാപ്പൺസ്, സപ്പോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല, നിങ്ങളൊരു നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യും ഓവർ ദ 10-20 years ടൈം, പക്ഷെ നിങ്ങൾ അതിൽ കൊടുത്തു വെച്ചതൊക്കെ മറ്റേ പ്രധാനപ്പെട്ട പൊസിഷൻസിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനാണ്. അവിടെ നിങ്ങൾ നോക്കിയത് ബന്ധങ്ങളാണ്, നോട്ട് ദെയർ ക്വാളിഫിക്കേഷൻ or കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ അവർക്ക് ആ കമ്പനിയിൽ എന്ന് ബിക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരാമായിരിക്കാം, ചിലപ്പോൾ ലക്കൗണ്ടായിന്ന് വരാം, ചിലപ്പോൾ അതിനുള്ള കഴിവ് അവരെടുത്തുണ്ടാവാം. പക്ഷേ ബിന്ന് സിക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ മാറ്റിയിട്ട് അടുത്ത ലെവൽ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരണം. പക്ഷെ അതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ, അത് ഒരു പല ആൾക്കാർക്കും പോസിബിൾ ആവും, വലിയൊരു കോൺഫ്ലിക്റ്റ് ആവും അത്. കാരണം ഈ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ 10-20 വർഷമായിട്ട് ഞാനാണ് ഈ സ്ഥാപനയിൽ പോയിന്റിലേക്ക് എത്തിച്ചത്, നൗ ഐ ആം ദ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഐ ആം ദി ഹെഡ് ഓഫ് ദാറ്റ് സൈഡ്. അപ്പോൾ ഇനി വേറൊരാളെ കൊടുത്തിട്ട് എൻ്റെ മുകളിൽ വെക്കുന്ന തീരെ അംഗീകരിക്കില്ല. വേറൊരു കപ്പാസിറ്റി ഉള്ള ഇയാളെ താഴെ കൊടുത്തു വെച്ചാൽ ചിലപ്പോൾ ഇയാൾക്ക് അതിനുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല ഇയാളെ മാനേജ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ഫൗണ്ടർ ഫിക്സിലാവും, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിന് കുടുംബ ബന്ധം തകരും, പിന്നെ ബിസിനസ് തകരും. അപ്പോൾ അവിടെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഡിഡ് നോട്ട് ടേക്ക് ദ മെഷേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈം ചെയ്യാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഞാൻ എഴുതാൻ പോകുന്ന പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ടു ക്രിയേറ്റ് അവെയർനെസ്. ഇങ്ങനത്തെ പല വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോഴത്തന്നെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങണം എന്നുള്ളതും, പിന്നെ നിങ്ങളാ വിചാരിച്ച ആ കാര്യം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളൊരു ബോധവൽക്കരണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇസ് ടു മേക്ക് ദം നോ ദാറ്റ് ദിസ് ഈസ് റോങ് ആൻഡ് ദിസ് ഈസ് റൈറ്റ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ബിസിനസ് തുടങ്ങി ചിലപ്പോൾ 5-6 വർഷമായിട്ടുണ്ടാവും, മേ ബി ഒരു നല്ലൊരു ലെവലിലേക്ക് അവർ ഗ്രോ ചെയ്ത് തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു പോയിന്റിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും അല്ലേ? ബിസിനസ് നെക്സ്റ്റ് ജനറേഷനും അതിന് അടുത്ത ജനറേഷനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ദേ ഷുഡ് സ്റ്റാർട്ട് ഏർലി. ഓക്കെ, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. ബിക്കോസ് ദി ഏർലി യു സ്റ്റാർട്ട് ദ ഈസിയർ ഈസ് യുവർ ജേർണി. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു ഹാർമണി, അതുപോലെ തന്നെ ഗ്രോത്ത്, കണ്ടിന്യൂറ്റി ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഇതായിട്ട് കണ്ടിട്ടുണ്ട്. എക്സാക്ട്ലി എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്താണ് ഹാർമണി എന്നും കണ്ടിന്യൂറ്റി എന്നും? ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ബേസിക്കലി ഫാമിലി ബിസിനസ് എന്നുള്ള ടെർമിനോളജി പോലും തെറ്റാണ്. ഫാമിലീസ് ഇൻ ബിസിനസ് നമുക്ക് വെക്കാം. ഓക്കെ, കാരണം ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഷിഫ്റ്റ് ടു ദി അതർ സൈഡ്, ഫാമിലീസ് ഇൻ ബിസിനസ്. അതായത് ബിസിനസ്സുകൾ ഓൺ ചെയ്യുന്ന ഫാമിലീസ്. കാരണം ഒരുവിധം അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്യുന്ന ഫാമിലീസ്, മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ടാവും, ഒരു ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരു ഓപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഫാമിലീസ് ഇൻ ബിസിനസ് എന്ന് പറയാം. ഈ ബിസിനസ്സുകളുടെ ഈ ഫാമിലീസിൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര കാലം അവർ ഫാമിലീസ് ഇൻ ബിസിനസ് ആണ് എന്നുള്ളതാണ്. അവരൊരു ജനറേഷൻ അസ്തമിക്കുമോ, 2-3 ജനറേഷൻ അസ്തമിക്കുമോ, അതോ 10-20 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു അസ്തമനം ഉണ്ടാകാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഈ ഫാമിലി ആ ഒരു പിന്നെ അവരുടെ ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ വലുതായി കൊണ്ട് തന്നെ, കാരണം ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഫാമിലി കീപ്സ് ഓൺ ഗ്രോയിങ് അല്ലേ. ഒരാൾക്ക് 3-4 മക്കളുണ്ടായി, പിന്നെ അവർക്ക് 3-4 മക്കളുണ്ടായി, അങ്ങനെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് അതിനനുസരിച്ച് വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരാൾ 1 million പ്രോഫിറ്റ് എടുക്കണ പോലെയല്ലോ 10 ആൾ ആ 1 million എടുക്കുമ്പോൾ, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 10 ആവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫാമിലിക്ക് ഈ ബിസിനസ്സിൽ വേണ്ട മാതിരി സബ്സ്റ്റാൻഷ്യൽ ഇൻകം കിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിന് ബിസിനസ് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന് വല്ല ഇൻട്രസ്റ്റ് കാണിക്കാതെ അത് പിന്നെ ഒന്നും ഇല്ലാതായിട്ട് അനാഥപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 3 കാര്യം ആണ് ഈ ഫാമിലീസ് ഇൻ ബിസിനസ് പ്രൊഫഷണലൈസ് ചെയ്യേണ്ട ഭാഗത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഒന്ന് ഹാർമണിയാണ്.
കുടുംബത്തിൽ സ്നേഹം വേണം, നല്ലൊരു നല്ലൊരു സ്നേഹം വേണം. പരസ്പര സ്നേഹം വേണം, ഐക്യം വേണം, അവർ കൊലാബറേറ്റ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇഫ് വി ഡിസൈൻ എ ഫാമിലി ബിസിനസ് ഓർ എ ഫാമിലീസ് ഇൻ ബിസിനസ് നമ്മൾ ഡിസൈൻ ചെയ്യണമല്ല, നാച്ചുറലി അവിടുത്തെ പിന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പ്രകാരം സാധനം പോയിട്ട് അവിടെ ഇവർ തമ്മിൽ സ്നേഹമില്ല, ഇവർ തമ്മിൽ അടിയാണ്, ഇവർ തമ്മിൽ പിന്നെ ഒരു നല്ല ടേംസിലല്ല, സഹകരണമില്ല, ദാറ്റ് ഫാമിലി ഡസ് നോട്ട് ഹാവ് എ ഫ്യൂച്ചർ. അവിടെ എപ്പോഴും ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം കറൻ്റ്ലി ഇത്തരം സക്സസ്ഫുൾ ഫാമിലി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? സി ഏറ്റവും ബെസ്റ്റ് സിനാരിയോ ഈസ് വെൻ ദ ഫാമിലി ഈസ് ഇൻ ഗുഡ് ടേംസ്. ഓക്കെ, ഫാമിലി അടി ഉണ്ടായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഓൾറെഡി പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു കഴിഞ്ഞു, ആ മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ആ ഫാമിലിൻ്റെ നേച്ചറും സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ വെൻ ദ ഫാമിലി ഈസ് ഗോയിങ് വെൽ, മക്കൾ തമ്മിൽ നല്ല ഐക്യമാണ്, നല്ലൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഡു ഇറ്റ്, ബിക്കോസ് എവരിബഡി ഈസ് ഇൻ ഗുഡ് ടേംസ് ആൻഡ് എവരിബഡി ഈസ് വെൽ വിഷർ ഓഫ് ഈച്ച് അതർ. പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാം വളരെ ഉഷാറായി പോകുന്നുണ്ട്, എല്ലാവരും തമ്മിൽ നല്ല സ്നേഹമാണ്, എല്ലാം ഇവർ തമ്മിൽ ഐക്യമുണ്ട്, അവർ തന്നെ ഓരോ കാര്യങ്ങളിലൊക്കെ ഒരു നല്ലൊരു തീരുമാനം എടുത്തോളും. ദാറ്റ് ഈസ് വെർ ദേ മേക്ക് ദ മിസ്റ്റേക്ക്. കാരണം എവറി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് പ്രയോറിറ്റി, എവറി പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ഒരു ആൾ ആലോചിക്കുകയാണ്, പിന്നെ നമ്മുടെ കമ്പനീൻ്റെ ഫിനാൻസ് മാനേജർ നാളെ എൻ്റെ മകനാവണം, കാരണം ഓൾറെഡി നമ്മൾ നല്ലൊരു സാലറി പുറത്തുള്ള ആൾ കൊടുക്കുന്നുണ്ട്, ആ സാലറി ഇവന് കിട്ടിയാൽ പോരെ എന്ന് ഒരാൾ വിചാരിക്കുകയാണ്. വേറൊരു ഫാമിലി മെമ്പർ വിചാരിക്കുകയാണെന്ത്, ആ പോസ്റ്റിൽ ഏറ്റവും നല്ല ആളാണ് നമ്മൾ വെക്കേണ്ടത്, എന്തായാലും ഇവൻ്റെ മകനെ വെക്കണ്ട, കാരണം അവൻ അത്ര സ്മാർട്ടൊന്നുമല്ല, അവനൊരു MBA ഫിനാൻസ് എടുത്തതേ ഉള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നാളെ ചിലപ്പോൾ ഫൗണ്ടർ ഉള്ള സമയത്ത് അത് പ്രശ്നമാവില്ല. ഫൗണ്ടർ ഇല്ലാത്ത കാലത്ത് എവരിബഡി ഹാസ് ഈക്വൽ റൈറ്റ്സ്. തീർച്ചയായിട്ടും ഇയാൾക്കുള്ള അതേ റൈറ്റ് മറ്റാൾക്കുണ്ട്. സോ വാട്ട് ഹാപ്പൺസ്? അപ്പോൾ അവിടെ ചിലപ്പോൾ അതൊരു പ്രശ്നത്തിലേക്ക് മാറും, ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് മാറൂല. ചിലപ്പോൾ അത് ഒരാളൊരു അഭിപ്രായം പറഞ്ഞ് അല്ല അവനെ നമുക്ക് ആ പോസ്റ്റിന് വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ എതിർക്കൊന്നും പറയില്ല, പക്ഷേ അയാൾ പിന്നെ ആ ഫാമിലിന് ഡിസ്റ്റൻസ്ഡായി മാറും. പിന്നെ അയാൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ വിചാരിച്ച മാറിയല്ല ഫാമിലി എന്നെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കാണുന്നത്. അപ്പോൾ പീപ്പിൾ സീ തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം വെച്ചാൽ നമ്മൾ പല ഫിലിമുകളെ കണ്ടിട്ടുണ്ട്, എന്ത് ഇത്തരം ഫാമിലി ട്രഡീഷണലി ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്ന പല സോഴ്സസും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഇതൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്, കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, ഇപ്പോൾ തിരൂരൊക്കെ ഉള്ള ഒരുപാട് ബില്യണേഴ്സ് ഉണ്ട് ഇവിടെ, പ്രത്യേകിച്ച് GCCയിലൊക്കെ. അവരുടെയൊക്കെ ബിസിനസ് ഒരു പരിധി വരെ അവർ ഇപ്പോഴും ഫൗണ്ടേഴ്സ് ഡ്രിവൺ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരുടെ കാലശേഷം ഇത് എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വേറെ കാര്യം ഞാൻ പറയാം, പല ഫാമിലി ബിസിനസ്സുകളിലും പിന്നെ സെക്കൻഡ് ജനറേഷൻ ടാലൻറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ക്ലാരിറ്റി. ഞാനിപ്പോൾ എൻ്റെ കരിയർ സാക്രിഫൈസ് ചെയ്ത് ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുള്ള സെക്യൂരിറ്റി എന്താണ്? കാരണം നാളെ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ വിൽ ഓൾ ബി ദ സെയിം. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് വേണ്ടി എടുത്ത എഫേർട്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ചോദിക്കാനുള്ള മടി, കാരണം അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫാദറിനോട് പോയിട്ട് പറയും എനിക്കൊരു പ്രത്യേക ഒരു സാധനം വേണം, അല്ലെങ്കിൽ എനിക്കിതിന് എന്തെങ്കിലും കിട്ടണം. പലപ്പോഴും ഫാമിലി ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മര്യാദ സാലറി പോലും ഉണ്ടാവില്ല, കാരണം അതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ എന്നുള്ള ആശയത്തിൻ്റെ മുകളിൽ ഞാൻ പണിയെടുത്തോടെ നമുക്ക് നോക്കാറ്, അല്ലെങ്കിൽ എനിക്കെന്താ വേണ്ട വെച്ചാൽ എടുത്തോ എഴുതി വെച്ചാൽ മതി എന്നൊക്കെ പറയും. ഒരുപാട് പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ് ഒരു ഫാമിലി ബിസിനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒരു പ്രിസൈസ്ഡ് സാലറി ഉണ്ടോ അങ്ങനെ ഒന്നും ഒരു ഐഡിയ തന്നെ ഉണ്ടാവില്ല, മാസം എന്താ കിട്ടും. അതായത് ഫാമിലി ബിസിനസ്സുകളിൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വലിയ ബ്രാൻഡ് നെയിം ആയിരിക്കാം, വലിയ ഫാമിലി ആയിരിക്കാം, ഒരുപാട് അസറ്റ്സ് ഉണ്ട്, ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈലൊക്കെയാണ്. ബട്ട് വെൻ യു ഗോ ഇൻസൈഡ് യു വിൽ ഫൈൻഡ് ദാറ്റ് ദേ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബിക്കോസ് ദേ ഡോണ്ട് സ്പീക്ക്. കാരണം പലതും ഫാദറിനോട് പറയാൻ പറ്റില്ല. അതെങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സ് അത് വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠനത് വേറെ രീതിയിലെടുക്കും. കാരണം ഫാമിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹബ് ഓഫ് ഇമോഷൻസ്. ഏത് ഒരു ഫാമിലി മെമ്പറായി ഞാനും നിങ്ങളിരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഇമോഷൻ, ദർ ഈസ് ബയാസ്, ദർ ഈസ് പ്രിജുഡീസ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി വാട്ട് എവർ ഇറ്റ് ഈസ് ദർ. ഈ ഒരു സംഗതി ആണ് പല ന്യൂ ജനറേഷന് അവരെ ഫാമിലി ബിസിനസ് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. കാരണം വെറുതെ അവിടെ പോയിട്ട് എൻ്റെ ഫാമിലിൻ്റെ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ മാർക്കിട്ട് നേരം കൊണ്ട് ഞാൻ പോയിട്ട് വേറെ സാധനം ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറൊരു പിന്നെ ഒരു ജോലിക്ക് പോയിക്കോളാം. ഇത് എങ്ങനെയാ വെച്ചാൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് വിടും. ഇതെല്ലാം മക്കളോട് തീരുമാനിക്കാം. പിന്നെ ഇയാൾ ഒറ്റക്കായി.
ആൻഡ് ഹി വിൽ തിങ്ക്, ദ ഫൗണ്ടർ വിൽ തിങ്ക് മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല, പിന്നെ ഇതൊക്കെ ഞാൻ ആർക്കും ഉണ്ടാക്കിയെന്നുള്ളത്. ഹീ ഈസ് ദ കൾപ്രിറ്റ്. അദ്ദേഹം ചെയ്യേണ്ട പണികൾ അദ്ദേഹം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. മറിച്ച് നമ്മൾ ഒരു പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു എംപ്ലോയ്മെൻറ്റ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പോളിസി ഉണ്ടാക്കുകയാണ്. ആ പോളിസി ഉണ്ടാക്കിയിട്ട് ആ പോളിസീൻ്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ദർ ഈസ് ക്ലാരിറ്റി. എനിക്കറിയാം ഞാനതിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും, ഞാൻ അതിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ക്ലാരിറ്റി വരുമ്പോൾ അവിടെ ഹാർമണി ഉണ്ടാവും. അതാണ് പറയുക. ഈ ഹാർമണി പൊതുവേ നമ്മളെ ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു മിത്ത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്രിമെൻറ്റ്സ്, ഫാമിലിൻ്റെ ഉള്ളിൽ അഗ്രിമെൻറ്റ്സോ, ബ്രദേഴ്സ് തമ്മിൽ അഗ്രിമെൻറ്റോ, വിശ്വാസമില്ലേ, ഫാദറായിട്ട് അഗ്രിമെൻറ്റോ, ഇങ്ങനത്തെ ഒക്കെ സംഗതികൾ വരിക എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി അല്ലല്ലോ, അത് വേറെന്തോ സാധനമായി മാറിയില്ലേ. പിന്നെ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വി തിങ്ക് ഹാവിങ് തിങ്സ് ഡോക്യുമെൻറ്റഡ്, സൈനിങ് അപ്പ് ഡോക്യുമെൻറ്റ്സ് ഹാർമണിക്ക് നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അതൊരു ഷോർട്ട് ടേം ഹാർമണി മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ, ഒരു ഫോൾസ് ഹാർമണി മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. യു തിങ്ക് ദർ ഈസ് ഹാർമണി, ബട്ട് ദർ ഈസ് നോ ഹാർമണി. മറിച്ച് എല്ലാം ഡോക്യുമെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത്, എനിക്കറിയാം എന്ത് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത്. നാളെ നിങ്ങൾ വന്നിട്ട് ചോദിക്കണം, ഒരു മകൻ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കൊരു 1 million dirhams നിങ്ങൾ ഫാമിലിയിൽ നിന്ന് അലക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. കാരണം നിങ്ങൾ വേറൊരു അനിയനിക്ക് ചിലപ്പോൾ മകന് ചിലപ്പോൾ ഇതേമാതിരി 1 million കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അവനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാൻ ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ളത്. പക്ഷേ ഇവനിക്കൊരു ബിസിനസ്സിൽ കഴിവില്ലാത്തൊരു തന്നെ ആയിരിക്കും. ബട്ട് ഹീ വാണ്ട്സ് ജോബൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനക്കിപ്പോൾ തൽക്കാലം ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. ഒരു 1 million ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. പറയും നിങ്ങൾ അവനക്ക് കൊടുത്തു എനിക്ക് തന്നില്ല എന്ന് പറയും. ബട്ട് സപ്പോസ് വി ഹാവ് എ പോളിസി, ഒരു ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ട്. ആ പോളിസി പ്രകാരം നമ്മൾ പറയണത് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാമിലി ബ്രദേഴ്സ് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മിനിമം ഇത്ര കൊല്ലം ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്നൊരു പോലത്തെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകെ 100,000 ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എവറിബഡി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. കാരണം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോളിസി ഇതാണെന്നുള്ളത്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണെന്ത്, അപ്പോൾ ഈ പോളിസികളൊക്കെ പറയണത് ഒരു പിന്നെ റിലേറ്റീവോ സിബ്ലിംഗ് ഒക്കെ ആകുമ്പോൾ അവിടെയും വിഷയം വരും. അവിടെയാണ് ഫാമിലി ഓഫീസ് വരുന്നത്. അവൻ നിങ്ങളോടൊന്നല്ല ചോദിക്കണത്, അതിനൊരാളുണ്ട്, ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാളെടുത്ത് പോയിട്ടാണ് അവൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ദ ഫാമിലി ബിക്കംസ് പ്രൊഫഷണൽ. അപ്പോൾ എന്താണ് ആരായിട്ടും ഒരു ഇമോഷണൽ ഡയലോഗ്സ് ഇല്ല, നമ്മളെല്ലാം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു, എല്ലാ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം. അപ്പം ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മളൊരു എന്താ പറയുക, അവിടെ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് എപ്പോഴും തിങ്ക് ചെയ്യുന്നുള്ള ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പോലെയാണല്ലോ ഫാമിലിയിൽ ഉണ്ടാവുക എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമോ? നോ, അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഫാമിലി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരിക്കലും ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പോലെ അല്ല. സി ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിൽ ചിന്തിച്ചിട്ട് നിങ്ങളത് ഫാമിലിനെ പ്രൊഫഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. ഡൈനിങ് ടേബിൾ ബോർഡ് റൂമായി മാറും. അവിടെ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. രാവിലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവില്ല, സ്നേഹം അന്വേഷിക്കുന്നുണ്ടാവില്ല, കംപ്ലീറ്റ്ലി എന്താ ഇവൻ്റെ ബിസിനസ്സായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൊഫഷണൽ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഫാമിലീസ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് അല്ല. ഒരു സാധനം പ്രൊഫഷണലൈസ് ചെയ്യണത് കൊണ്ട് സാധനം പിന്നെ ഒരു കൾച്ചർ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അതിന് രണ്ട് രീതികൾ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ഒരുപാട് ഇപ്പോൾ പറയാം, നിങ്ങളിപ്പോൾ എത്ര പോലും ഫാമിലി ബിസിനസ്സിന് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ? അങ്ങനെ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും നമുക്ക്, ഏതെങ്കിലും കേസ് സ്റ്റഡീസ്? സി ഈ കൺസൾട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് കോൺഫിഡൻഷ്യൽ. ക്ലയൻസിൻ്റെ ഒരു ഡീറ്റെയിലും നമ്മൾ എന്ത് ചെയ്യില്ല, റിവീൽ ചെയ്യില്ല. മേ ബി നമ്മളുടെ ക്ലയൻസിൻ്റെ പേരുകൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തരും ആസ് പാർട്ട് ഓഫ് അവർ സർവീസസ്. ബട്ട് അവർക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത്, അവരുടെ കോംപ്ലിക്കേഷൻ എന്താണ്, അവരുടെ ചലഞ്ച് എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. ബിക്കോസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി തിങ്, എസ്പെഷ്യലി ഫാമിലി ബിസിനസ് ആകുമ്പോൾ. കാരണം ഫാമിലി ഒന്നും പറയാൻ പാടില്ല നമുക്ക്, ഓഫ് കോഴ്സ് നോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഫാമിലീൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംഗതി ആയിരിക്കും. ഫാമിലി അത് ബിസിനസ് എല്ലാം അങ്ങനെ തന്നെയാണത്. അവരുടെ പ്രശ്നം നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം ഈ 50 മിത്തുകൾ നമ്മൾ പൊളിച്ചടക്കാൻ പോവുകയാണ് അല്ലേ, ഈ ബുക്കുകളിലൂടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എനിക്ക് അതിൻ്റെ ഒരു ലിസ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഇത് പ്രൊഫഷണൽ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഹാർമണി എന്ന് പറഞ്ഞൊരു പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എഗ്രിമെൻറ്റ് കേസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഡെമോക്രസി
എവരിവൺ ഹാസ് എ സേ ദ ബിസിനസ് ഷുഡ് ബി റൺ ലൈക്ക് എ ഡെമോക്രസി. അതെന്താണ് എക്സാക്ട്ലി, എന്താണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? അതായത് പിന്നെ ഡെമോക്രസിൻ്റെ ഒരു ആശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഭൂരിപക്ഷം വരുന്ന അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇഫ് ഒരു ബിസിനസ്സിന് സമയമെടുത്തോളം എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല രീതിയല്ല. കാരണം എപ്പോഴും ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകുമ്പോൾ അത് പൊതുവേ ഒരു ആവറേജ് അഭിപ്രായമായിരിക്കും. അങ്ങനെ ഒരു മിത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എസ്പെഷ്യലി ഫാമിലി ബിസിനസ്സുകളിൽ. നോൺ ഫാമിലി ബിസിനസ്സിലാകുമ്പോൾ ഓബിയസ്ലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റൗണ്ട് ദ ടേബിൾ ഉണ്ടാവുക. പക്ഷെ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്തല്ലോ, നമുക്ക് ഓൾറെഡി ദൈവം തന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ പിന്നെ പിന്നെ വളരെ ഫോർവേഡ് തിങ്കുന്ന ആൾക്കാരുണ്ടാവും, അത്ര അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് പ്രോഫിറ്റിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ വളരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ബിസിനസ് ഒരു ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ വിൽ ബി ദർ. ഇവരിടയിൽ പോയിട്ട് നമ്മളൊരു സ്ട്രാറ്റജിക് തീരുമാനം എടുക്കാൻ പോവുകയാണ്, നമ്മൾ ഒരു പുതിയ ഫാക്ടറി ഇടാൻ പോവുകയാണ്, സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാവരും കൂടി ഒപ്പീനിയൻ വോട്ടിട്ടിട്ട് 51% എടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും അഗ്രസീവ് ഡിസിഷൻസ് ആവില്ല. അപ്പോൾ അവിടെ എൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫാമിലി ബിസിനസ്സിനും വി ഷുഡ് ഹാവ് എ ലീഡർ അലൊക്കേറ്റഡ്. ഹി മേ ഹാവ് എ ടെന്യൂർ, ചിലപ്പോൾ നമ്മളൊരു 5 ഇയേഴ്സിനൊക്കെ ഒരു ടെന്യൂർ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ അയാളാണ് ആ ബിസിനസ്സിന് റെസ്പോൺസിബിൾ, അയാളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, അയാളാണ് ടേക്ക് എടുക്കേണ്ടത്. അതിപ്പം ഈ വോട്ട് ഇട്ടിട്ട് എടുക്കേണ്ട ഡിസിഷൻ അല്ല, ബേസിക്കലി അല്ല. ലീഡർഷിപ്പ് അവിടെ തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ വേറെ ചോദ്യം വരും, അങ്ങനത്തെ ഒരാൾ കുടുംബത്തിൽ ഇല്ലെങ്കിലോ എന്നുള്ളത്. അങ്ങനത്തെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ നമ്മൾ പുറത്തെ ഫാമിലിയിൽ കൊണ്ട് എൻഗേജ് ചെയ്യണം. വി മേക്ക് ഹിം എ CEO ഔട്ട്സൈഡ് ദ ഫാമിലി. ഓക്കെ. ഇപ്പോൾ ഈ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലെയർ ഓഫ് അതോറിറ്റി വരുന്നത്. ഒന്ന്, നമ്മളുടെ ബിസിനസ്സുകൾ മാനേജ് ചെയ്യണ CEOs. ഇപ്പോൾ നിങ്ങളെ ഫാമിലിക്ക് ലേറ്റസ്റ്റ് ഒരു 3 ബിസിനസ് ഉണ്ട് വിചാരിച്ചോളൂ. ഈ 3 ബിസിനസ്സിന് 3 CEOs ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ മുകളിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് അഡ്വൈസേഴ്സ് ഓർ ബോത്ത്. ഓക്കെ. അതിൻ്റെ ഇടയിൽ വരുന്നത് മിഡ് ലെവലാണ്. അതിൻ്റെ മുകളിൽ വരുന്നതാണ് ഓണേഴ്സ്, ഈ അല്ലെങ്കിൽ ഓണേഴ്സ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ. ഓണേഴ്സ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് എല്ലാ ഓണേഴ്സ് ഉണ്ടാവില്ല, ഓണേഴ്സ് പിന്നെ സെലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്. ചിലപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഓണർ റൂമിൽ പിന്നെ ഓണർഷിപ്പ് ലെവലുള്ളത് ചിലപ്പോൾ 5-10 ആൾക്കാരുണ്ടാവും. പക്ഷെ അവരിൽ നിന്നൊരു 3-4 ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഓണേഴ്സ് റൂമിലേക്ക് അവർ എലക്ട് ചെയ്തിട്ടുണ്ടാവുക. അവരെ കൂട്ടത്തിൽ ഏറ്റവും പിന്നെ ബിസിനസ്സിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരും അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു 3 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ചില ഫാമിലീസിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഈ 3 ലെവലിലുണ്ടാവുക. CEO ലെവലിലും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും, ബോർഡിലും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണൽ ഫാമിലി. ഓക്കെ. മറ്റേ ഫാമിലി ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല, നേരെ CEO ആയിരിക്കും ഉണ്ടാവില്ലേ. അതല്ല, അതൊരു കഥയായിരിക്കും. അത് എന്തൊക്കെയാണെന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കണക്ഷൻ ആയിരിക്കും. ഒരു പ്രൊഫഷണൽ ഫാമിലി ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫാമിലിയിൽ 3 ടയർ ആയിരിക്കും ഉണ്ടാവുക. ഈ ടയറിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ CEOയിൽ ഫാമിലി മെമ്പർ ആവാം, നോൺ ഫാമിലി മെമ്പർ ആവാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഫാമിലി മെമ്പർ ആവാം, നോൺ ഫാമിലി മെമ്പർ ആവാം. പക്ഷെ ഓണേഴ്സ് റൂമിൽ എപ്പോഴും എന്തായിരിക്കും? ഫാമിലി മെമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു CEO ലെവലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു ഫാമിലി മെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹയർ സമ്മൺ ഹു ഈസ് ഹാവിങ് ദറ്റ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഈ ഫാമിലി ബിസിനസ്സാണ്, നമുക്കൊരു ലെഗസി ഉണ്ട്, നമുക്കൊരു കൾച്ചർ ഉണ്ട്, ഒരു പാരമ്പര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒന്നും വേണ്ട എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ഗ്രോത്തിൽ എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രോത്ത് എന്ന ടോപ്പിക്കിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു വലിയൊരു മിത്താണ് അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ദ മോർ പീപ്പിൾ നോ യു, ദ മോർ ദേ വിൽ ട്രസ്റ്റ് യു. ഐ മീൻ ലൈക്ക് ഓഫ് കോഴ്സ് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളൊരു നെഗറ്റീവ് രീതിയിലാണ് നിങ്ങൾ യു ആർ ഗെറ്റിംഗ് യുവർ സെൽഫ് നോൺ മീൻസ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഇഫക്റ്റ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് മാർക്കറ്റിൽ. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഈ ബ്രാൻഡിങ്ങൾ പറഞ്ഞത് ഈസ് നോട്ട് ജസ്റ്റ് അപ്ലിക്കബിൾ ഫോർ ദ ബിസിനസ്. ഈവൻ ഫാമിലീസ് ഷുഡ് ബ്രാൻഡ്. ആൻഡ് നൗ ദാറ്റ് ഈസ് സംതിങ് അഗെയിൻ ചിലപ്പോൾ പക്ഷേ ഫാമിലീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതി ആയിരിക്കും. ഫാമിലിന് ബ്രാൻഡ് ചെയ്യേ ലൈക്ക് യുനോ ഇപ്പോൾ നമുക്കറിയാം ചില ഫാമിലീസ് ഓൾറെഡി ഫേമസ് ആണ്, ചില നെയിംസ് ഓൾറെഡി ഫേമസ് ആണ്, വി നോ ദം. ചില ഫാമിലീസ് ഗ്രോയിങ് ബിസിനസ്സുകളായിരിക്കും. ചിലപ്പോൾ നെക്സ്റ്റ് ഡെക്കേഡ്സിലൊക്കെ ഇനി ആ ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നല്ലൊരു പ്രോമിനൻറ്റ് പൊസിഷനിലേക്ക് എത്താൻ പോണത്. സോ അങ്ങനത്തെ ഫാമിലികൾക്ക് ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് സെൻസ് ദാറ്റ് ദേ ബ്രാൻഡ് ദ ഫാമിലി. അപ്പോൾ ബ്രാൻഡ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ ദർ ഈസ് ലോട്ട് ഓഫ് തിങ്സ് ടു ബി ഡൺ ഓൺ ദാറ്റ് സൈഡ്. പേരൊക്കെ മാറ്റേണ്ടി വരുമോ? മേ ബി.
കാരണം ചിലപ്പോൾ ഒരു ഫാമിലി നെയിം വേറെ തറവാടോ അല്ല. ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് വൺ തിങ്. നമ്മളുടെ ഒരു ഹെറിഡിറ്ററി നെയിം ഉണ്ടാവും, അതാവണമെന്നില്ല നമ്മളുടെ പബ്ലിക് നെയിം. ജസ്റ്റ് ലൈക്ക് ട്രേഡ് മാർക്സ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് നെയിം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി കമ്പനി നെയിം, റൈറ്റ്? ഒരു ABC എന്ന് പറഞ്ഞ കമ്പനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ XYZ എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഫാമിലിനെ പൊസിഷൻ ചെയ്യണം. അതാണ് ബേസിക്കലി ബ്രാൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫാമിലി ഒരു പൊട്ടൻഷ്യൽ ഫാമിലിയാണ്. ഈ ഒരു ഫാമിലി ഈസ് എ ഗുഡ് ഫാമിലി ഫോർ പാർട്ട്ണർഷിപ്സ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ റിലേഷൻഷിപ്സ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ അലയൻസസ്, ഈസ് എ ഗുഡ് ഫാമിലി ഫോർ JV എന്നുള്ള ഒരു ബ്രാൻഡ് ഇമേജ് ഒരു കുടുംബത്തിന് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ബിസിനസ്സിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ബിസിനസ്സിൻ്റെ പേരിലാണ് അത് ആ ഫാമിലിയാണ്, ഇത് ഈ ഫാമിലിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലോറ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈജി ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇതേപോലെ ബിസിനസ്സിൻ്റെ പേരിൽ ചില ഫാമിലി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതല്ല അതിന് വേറെ തന്നെ ഒരു ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ ഒരു XYZ എന്ന് പറഞ്ഞൊരു ബിസിനസ്, ആ ഒരു ബിസിനസ് മാത്രമേ ഫാമിലിക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേര് തന്നെ ആയിരിക്കും ഈ ഫാമിലിൻ്റെ ആ രൂപത്തിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പേര്. പക്ഷെ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. ചില പേരുകളൊന്നും അങ്ങനത്തെ പേരുകളാവണമെന്നില്ല ബിസിനസ്സിൻ്റെത്. ഇപ്പോൾ മൈ ഫ്ലവർ എന്ന് പറഞ്ഞ ബിസിനസ് ധരിച്ചോളേ, അപ്പോൾ അത് നമ്മൾ ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂസുഫ് അലിഖാൻ്റെ നാട്ടിൽ പോയി MA ഫാമിലി, MA എന്നുള്ള ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. ഇപ്പോൾ MA ഫാമിലി എന്നുള്ള രീതിയിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെയാണ് ഉദ്ദേശിച്ചത്. അതായത് ആ നെയിമിൻ്റെ ഒരു കപ്പാസിറ്റി ഹാസ് എ ഫാക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് പെറ്റ് സോൺ എന്നാണ് വിചാരിച്ചോളൂ. അതൊരു ഫാമിലി നെയിം ആയിട്ട് ഒരു ഫാമിലിൻ്റെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ പേരുകൾ ഉള്ള ബിസിനസ്സുകൾക്ക് അത് മാച്ച് ആവില്ല. സോ ദേ ഹാവ് ടു ഹാവ് അനദർ ഫാമിലി ബ്രാൻഡ് നെയിം. പിന്നെ ചില ബിസിനസ്സുകളിൽ ചില ഫാമിലീസ് ദേ ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. സോ ദേ വിൽ ഹാവ് എ ഹോൾഡിംഗ് കമ്പനി. ആ ഹോൾഡിംഗ് കമ്പനി ബ്രാൻഡ് ആയിരിക്കും അവരുടെ ഫാമിലി ബ്രാൻഡായിട്ട് കൊണ്ടുവരേണ്ടത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ടോട്ടലി ബി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ നെയിംസ്. അപ്പോൾ ആ നെയിം ചിലപ്പോൾ പബ്ലിക്കിൽ നോൺ നെയിം ആവണമെന്നില്ല. അപ്പോൾ അത് അറിയേണ്ട സർക്കിളിൽ എന്ത് ചെയ്യണം? അത് അറിയിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫാമിലിനെ ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടിൽ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചുള്ളൊരു കോമൺ പോയിൻ്റാണ് എന്ത്, ഇപ്പം സക്സസ് ഉണ്ടായാൽ സക്സസ് ആവുന്ന സമയത്താണ് എന്ത് ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ള സംഭവം. അങ്ങനെ ഉണ്ടോ? അതൊരു മിത്തല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൺസ് സക്സസേഷൻ ഈസ് ഡൺ ദ ട്രാൻസിഷൻ ഈസ് കംപ്ലീറ്റ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ബേസിക്കലി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്. ഓക്കെ, വാപ്പ മകനെ ഏൽപ്പിച്ചു, ഓക്കെ, ഇനി മുതൽ നീ നോക്കിക്കൊണ്ടേക്കോ, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീയാണ് എല്ലാം നോക്കണ്ടേ, നിന്റെ അടുത്തേക്ക് കൊണ്ട് വരണ്ട. ചിലപ്പോൾ അയാൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈവൻ ഇറ്റ് കുഡ് ബി ദി അതർ വേ, ഹി ഡൈഡ്. ഐ മീൻ ലൈക്ക് ഒറ്റയടിക്ക് ഫാദർ മരണപ്പെടുകയാണ്, മോൻ നെക്സ്റ്റ് ഡേ കയറി വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഓർ ദി ഫാമിലി തിങ്സ് ദാറ്റ് സിൻസ് ഹീസ് ഇൻ ദ സീറ്റ് റൈറ്റ് നൗ ഹി ക്യാൻ ടേക്ക് ഫോർവേഡ്. ഈവൻ ഇഫ് ഈ ആൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല മാനേജ്മെൻ്റ് ഒക്കെ പലയിടത്തും പഠിച്ചു വന്ന ഒരാളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പല കമ്പനികൾ വർക്ക് ചെയ്ത ആളാവാം. തീർച്ചയായിട്ടും. പക്ഷേ അയാൾ ഒറ്റയടിക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് അല്ല, ഒരു ജേണിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് എ സക്സഷൻ ഹാസ് ടു ഹാപ്പൺ 3 years ഫ്രം നൗ, അത് ഇന്ന് മുതൽക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് ഒരു റിലേ റൈസ് പോലെ ആയിരിക്കണം. ഓക്കെ, ആ പഴയ ആൾ ഓടി വന്നിട്ട് മറ്റാൾക്ക് ഇത് കൊടുത്തിട്ട് കൂടെ കുറച്ച് നേരം ഓടുമല്ലോ അവർ. ഇയാൾ ഓടി ഒറ്റയ്ക്ക് നിൽക്കലല്ലേ, രണ്ടാളും ആ ഒരു മൊമെൻറ്റത്തിൽ ഒരു ഓട്ടം ഉണ്ടല്ലോ ഒരുമിച്ച്, അതേമാതിരി ഓടി പോകണം, രണ്ടാളും കൂടി ഒരുമിച്ച് പോകണം. അപ്പോൾ എന്താണ്, ഓവർ പീരീഡ് ഓഫ് ടൈം ഈ സക്സസറിൻ്റെ റോള് ചെറുതിന് കൂടുതലായി വരും, പോണ ആളത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പോകുന്ന ആൾക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ വേണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് ഇനി വയ്യ ഓടാൻ, ഫ്യൂവലില്ല, ഇനി പോനെ ഏൽപ്പിച്ചിട്ട് ഞാനത് മാറണം, അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ചില ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ മാറണം എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലാണ്ടാവുന്ന സമയത്ത് ഈ മാറൽ നടക്കില്ല ഒരു പരിധി വരെ, അല്ലേ? അതല്ല എൻ്റെ റിയാലിറ്റി. അതായത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ പോണതല്ല സക്സഷന്. അത് ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണം. 5 years or 3 years ബിഫോർ പീപ്പിൾ ഷുഡ് നോ ഹൂ ഈസ് എ സക്സസർ. അയാൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്, അയാൾ എന്ത് റോളിലാണ് എൻ്റർ ചെയ്യേണ്ടത്,
പിന്നെ അയാൾ ഏത് രൂപത്തിലാണ് ഓർഗനൈസേഷനെ പഠിച്ചിട്ട് മുന്നോട്ട് വരേണ്ടത്, അയാൾ എല്ലാവരും കോൺഫിഡൻസ് വിൻ ചെയ്യണം. സി എ ന്യൂ പേഴ്സൺ ഹു സെറ്റിംഗ് ദ ബിസിനസ് വെദർ ഫ്രം ദ ഫാമിലി ഓർ നോട്ട്, ഹി ഷുഡ് വിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ ടീം. കാരണം സീനിയർ മാനേജേഴ്സിനൊക്കെ തോന്നണം ഇവനെ കൊണ്ട് നമ്മൾ ലീഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് തോന്നണം, സപ്ലയേഴ്സിന് തോന്നണം, ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈവൻ ഫാമിലി മെമ്പേഴ്സിന് തോന്നണം. അതിന് അവർ ഇറ്റ്സെൽഫ് ബ്രാൻഡായി മാറും വേണം അതിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും കോൺഫിഡൻസ് ബിൽഡ് ഓവർനൈറ്റ് പറ്റൂല. ആൻഡ് ദർ ഈസ് എവറി ചാൻസ് ദാറ്റ് ദേ വിൽ മേക്ക് മിസ്റ്റേക്സ്. കാരണം പല കാരണം കൊണ്ട് മിസ്റ്റേക്ക് സംഭവിക്കാം. ചിലപ്പോൾ സഹകരണം കിട്ടാത്തതുകൊണ്ട് തിങ്സ് ക്യാൻ ഗോ റോങ്, ഓർ പിന്നെ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തിങ്സ് ക്യാൻ ഗോ റോങ്. ആൻഡ് ഓൾ ഈസ് ഇതെല്ലാം പ്രശ്നമുള്ള കാരണം എന്ന് വെച്ചാൽ സംബഡി വാസ് നോട്ട് റെഡി ടു മേക്ക് എ പ്ലാൻ. പിന്നെ വേറെ നേരത്തെ ഞാൻ പറയാൻ പോയൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റിസൈൻ ചെയ്ത് പോണ ഒരാളുണ്ടല്ലോ, മേ ബി ദ ഫൗണ്ടർ ഓർ വാട്ട് എവർ, ഹീ ഷുഡ് ഹാവ് എ പ്ലാൻ. നമ്മളതിന് ഗ്ലൈഡ് പ്ലാൻ എന്ന് പറയും. അതായത് ഒരാൾ ബിസിനസ് റിട്ടയർ ചെയ്ത് വളരെ ആക്റ്റീവ് ലൈഫ് റിട്ടയർ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വെരി ബാഡ് ഫോർ ദെയർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, എവറിത്തിങ്. അവർക്കൊരു നെക്സ്റ്റ് പ്ലാൻ വേണം. ഇവിടുന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ട് വാട്ട് നെക്സ്റ്റ്? അത് ചിലപ്പോൾ ചാരിറ്റി ഇനീഷ്യേറ്റീവ്സ് ആവാം, യൂഷ്വലി അധികം ആൾക്കാർ അത് ചെയ്യുക. അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ന്യൂ ഇനീഷ്യേറ്റീവ്, ഒരു പുതിയ ബിസിനസ് സ്ക്രാച്ചിൽ തുടങ്ങുന്നതാവാം, ഓർ ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്, ബട്ട് ദർ ഷുഡ് ബി എ പ്ലാൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഗ്ലൈഡ് പ്ലാനും സക്സഷൻ പ്ലാനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. ഈ സക്സഷൻ പ്ലാനിൽ സക്സസർ മെല്ലെ റോള് കയറ്റി വരുന്നു, ഗ്ലൈഡ് പ്ലാനിൽ ഇയാളുടെ റോള് കൂടുതൽ നിന്നും മെല്ലെ ഇല്ലാതെ കൊണ്ടിരിക്കുന്നു, വേറെ സ്ഥലത്ത് സാധനമായി വരുന്നുണ്ട്. അതായത് ഇപ്പം മകന് ട്രാൻസാക്ഷൻ ചെയ്തു നമ്മൾ, പക്ഷേ പെട്ടെന്ന് ഫാദർ മാറി നിന്നു. ഇനിയിപ്പം ഫാദർ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ സ്റ്റക്കായിരിക്കും മോന്. ചിലപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫാദർ ഉണ്ടായിരുന്നു ഇതുവരെ. അതെ അതെ. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പം അതിന് മുമ്പേ എങ്ങനെ ഇത് ഗൈഡ് ചെയ്യും? ഇപ്പം ലൈക്ക് നമ്മൾ ഗൈഡ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യും എന്നുള്ള സംഭവം. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ പറഞ്ഞതിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി കണ്ടിന്യൂറ്റി കൂടാതെ ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഗതി കൂടി ഉണ്ട്. ഈ ബിസിനസ് കണ്ടിന്യൂറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് യുവർ ബിസിനസ് ഈസ് പീപ്പിൾ ഡ്രിവൺ, അതായത് ഓരോ വ്യക്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ പ്രോസസ്സ് പോകുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അവിടെ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അത് ഫൗണ്ടർ മാത്രമൊന്നുമല്ല, ചിലപ്പോൾ അവിടെ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ഏതെങ്കിലും ആൾ പോയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷണൽ ജോബ് ചെയ്യുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ബിക്കോസ് അവിടെ ആ ബിസിനസ്സിൽ പ്രോസസ്സ് ഇല്ല. അവിടെ അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ് കണ്ടിന്യൂറ്റീൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗനൈസേഷനെ പീപ്പിൾ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിയിട്ട് പ്രോസസ് ഡിപ്പെൻഡൻസിയിലേക്ക് മാറ്റണം. എവറി പ്രോസസ് ഷുഡ് ഹാവ് എൻ SOP ആൻഡ് എ പ്രോസസ്, സോ ദാറ്റ് എനിബഡി ഹു കംസ് ആൻഡ് ടു ദാറ്റ് പൊസിഷൻ ഹി നോസ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസർ നമ്മൾ കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ വരുമ്പോൾ അയാളുടെ അടുത്തുനിന്ന് ഈ മാനേജേഴ്സിൻ്റെ ഡിപ്പെൻഡൻസി കുറയും. ബിക്കോസ് ദേ നോ വാട്ട് ടു ഡു. അവർക്ക് ഓരോ പണികൾ ചെയ്യാനറിയാം. അവിടെയാണ് സെക്കൻഡ് പാർട്ട് കൂടി വരുന്നത്. പല ഓർഗനൈസേഷൻ ഡെലിഗേഷൻ ഉണ്ടാവില്ല. മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, സീനിയർ മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാ തീരുമാനം എടുക്കുന്ന ഫൗണ്ടറാണ്. അപ്പോൾ വാട്ട് ഹാപ്പൺസ് ഈസ് ദാറ്റ് ഈ മാനേജേഴ്സൊക്കെ ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് മറ്റേ MDക്കോ അല്ലെങ്കിൽ ചെയർമാനോ അല്ലെങ്കിൽ CEOക്കോ വാട്ട് ഹു ആർ ദ ഫൗണ്ടർ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പണി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഉത്തരവാദിത്തമില്ല. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ വേണം, അപ്പോൾ അയാൾ സൊല്യൂഷൻ പറയും, അപ്പോൾ അത് ഇവർ മറ്റവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവർ വെറും ഒരു ചാനൽ മാത്രമായിരിക്കും. ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ് മക്കളെ ഏൽപ്പിച്ചെങ്ങാണ്ട് ഫാദർ എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അതേമാതിരി അയാളുടെ അടുത്തേക്ക് വരും. അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എംപ്ലോയീസിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്, കസ്റ്റമറുടെ അടുത്തൊരു പ്രശ്നമുണ്ട്, കോമ്പനിയുടെ അടുത്തൊരു പ്രശ്നം, എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഇയാളുടെ അടുത്ത് വരും. ഇയാളുടെ മറുപടി ഉണ്ടാവില്ല. കാരണം ഈസ് ഹിയർ ഓൺലി ലാസ്റ്റ് 1 വീക്ക് ഓർ വളരെ ചെറിയ എക്സ്പീരിയൻസ് ഇവർക്കുള്ളൂ. തീർച്ചയായിട്ടും. ഇനി ഇവർക്ക് ആരെങ്കിൽക്കോ ഒരു ഉത്തരവാദിത്തം എടുത്ത് സ്വന്തം തീരുമാനം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങോ ഡെവലപ്മെൻറ്റോ മുമ്പത്തെ ആൾ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് 10-15 years they have been equipped, they have been doing this thing this way. അവർ വെറും കയ്യും കാലും മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ഒരു കണ്ടിന്യൂറ്റിയിൽ ചിന്തിക്കുന്ന ഓണർ എന്ത് ചെയ്യണം? ഇതിനെ പ്രോസസ് ഡ്രിവൺ ആക്കുന്നതോടൊപ്പം തന്നെ ഹീ ഷുഡ് ഡെലിഗേറ്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ പീപ്പിൾ അണ്ടർ ഹിം. അങ്ങനത്തെ ആൾക്കാർ ജോലിക്ക് വെക്കാൻ പാടുള്ളൂ, കപ്പാസിറ്റി ഉള്ള. അല്ലാതെ ശമ്പളം കുറവാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ കൂടെ കുറേ കാലം അയക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വെറും ഒരു ഡെലിവറി സർവീസ് നടത്തുന്നുള്ളൂ. ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവിടുന്ന് പറഞ്ഞ സൊല്യൂഷൻ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള പണി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ബറ്റാലിയനാണ് ഇയാളെ കീഴിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാളെ മകൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
എല്ലാ ചെറിയ കാര്യത്തിനും ഇവർക്ക് ഇയാളുടെ ആവശ്യമില്ല. ഒരു മേ ബി ഒരു സൈനിങ് അതോറിറ്റി മാത്രമായിരിക്കും ഒരു പരിധി വരെ. എക്സാക്ട്ലി. പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരാളെ കൊടുത്തിരുത്താനും പാടില്ല. ആ ട്രാൻസിഷൻ വേണം. ഇഫ് ഹീ ഈസ് ഗോയിങ് ടു ബി ഇൻ ദ ബിസിനസ്, ഹീ ഷുഡ് ബി ഇൻ ദറ്റ് ബിസിനസ് ഫ്രം ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇറ്റ് സെൽഫ്. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഈ മക്കൾ ബിസിനസ് ലീഡ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഒരു മിത്താണ്, ഒരു തെറ്റായ ധാരണ. അതിൻ്റെ ആവശ്യം വരാൻ പാടില്ല. ഒരു കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹാർമണി ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, കുടുംബത്തിലെ മക്കൾ ബിസിനസ് ലീഡ് ചെയ്താൽ ഈ സാധനം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു ഫോർമുല ഉണ്ടാവാൻ പാടില്ല. ബിസിനസ് ഫാമിലിൻ്റെ വെൽത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ പിന്നെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ ആരാണോ ഏറ്റവും ബെസ്റ്റ്, അയാളാണ് ആ പോസ്റ്റിൽ ഇരിക്കേണ്ടത്. അതല്ല കുടുംബക്കാരനെ അല്ലെങ്കിൽ മക്കളാരെങ്കിലും കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ, ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിന് അത്രയും വെൽത്ത് കുറയാണ്, കുടുംബത്തിന് അത്രയും കണ്ടിന്യൂറ്റിയുള്ള ചാൻസ് കുറയാണ്, കുടുംബത്തിന് അത്രയും ഗ്രോ ചെയ്യാനുള്ള ചാൻസ് കുറയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലിമിറ്റഡ് ടു ഹിസ് കപ്പാസിറ്റി. നമുക്ക് ആ കപ്പാസിറ്റി അളക്കാൻ പറ്റും ഒരു പരിധി വരെ. പറ്റണം. കാരണം ഇപ്പോൾ രണ്ട് രീതിയിൽ പിന്നെ ഈ ഒരു മിത്ത് ബിസിനസ്സുകളെ അഫക്റ്റ് ചെയ്യും. ഒന്ന്, കഴിവില്ലാത്ത ഒരാൾ ആ പോസ്റ്റിലേക്ക് വരിക എന്നുള്ളത്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഓബിയസ്. അപ്പോൾ കഴിവില്ലാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ചില കേസിൽ താല്പര്യമില്ലാത്ത ഒരാളെ കൊടുക്കുന്ന കേസും വരും. മകൻക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം, ഒരു സംതിങ്. പക്ഷേ അണ്ടർ സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, ഹീ ഈസ് ഗോയിങ് ടു ഹെഡ് ഇറ്റ്. ആ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവൻ്റെ പ്രയോറിറ്റിയിൽ ആ സാധനം ഉണ്ടാവില്ല, അവൻ്റെ പാഷനല്ല, ആൻഡ് ഹി ഡസൻറ്റ് നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ ശരിക്കും അവിടെയൊക്കെയാണ് ഈ ഫാമിലി മെമ്പേഴ്സ്, ഫൗണ്ടർ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പല വേഷം കെട്ടിയിട്ടുണ്ടാവും. അയാൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ സെൽഫ് എംപ്ലോയിഡ് ആവാം, പിന്നെ അയാളൊരു മാനേജറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, പിന്നെ അയാളൊരു ഡയറക്ടറിൻ്റെ റോൾ എടുത്തിട്ടുണ്ടാവാം, പിന്നെ അയാൾ ഒരു ഓണറിൻ്റെ റോളിലേക്കൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഈ സെക്കൻഡ് ജനറേഷന് ആ ജേണി കൂടി പോകണം നിർബന്ധമില്ല. ദേ ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദി ഡയറക്ടർ റോൾ ഓർ ദി ഓണേഴ്സ് റോൾ. ഒരു ഫാമിലി ബിസിനസ്സിൽ ഫൗണ്ടർ ചെയ്യേണ്ട ഒരു പണി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഓണേഴ്സ് ആവാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് ബിസിനസ് ഫ്രം എ ബാഡ് ബിസിനസ്. ദേ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ എ ഗുഡ് സ്ട്രാറ്റജി ഫ്രം എ ബാഡ് സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് CEO പുറത്തുള്ള ആൾ കൊടുന്ന് വെച്ചാലും, ഏത് ബോർഡ് ഓഫ് ഡയറക്ടർ പുറത്തുള്ള ആൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞാലും ഇവർ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോളജ് അവർക്കുണ്ടായാൽ മതി. ആൻഡ് ദെൻ ദേ ക്യാൻ ഗോ ഇൻ ദെയർ സ്ട്രീംസ്. ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു സക്സസ്, അല്ലെങ്കിൽ ഒരു ഫാമിലീൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ മെമ്പറിൻ്റെയും സക്സസ് ആണ്, അല്ലാതെ ബിസിനസ്സിൻ്റെ സക്സസ് അല്ല. ഈ ഫാമിലി ബിസിനസ്സുകൾ വഴി കുടുംബത്തിൽ ഓരോ ആൾക്കാരുടെ കഴിവ്, അവരുടെ മേഖലയിൽ അവർക്ക് വിജയിക്കാൻ പറ്റണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി സക്സസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ഓരോ വാപ്പാക്ക് കുറച്ച് മക്കളുണ്ട്, അതിൽ ബിസിനസ്സിൽ കഴിവുള്ളവർ മാത്രമേ സക്സസ്ഫുൾ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കുടുംബം ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്, അവർക്ക് വേണ്ട സപ്പോർട്ടൊന്നും കൊടുക്കില്ല, ടൈം വേസ്റ്റ് കണക്കാക്കുകയാണെങ്കിൽ ദാറ്റ് ഫാമിലി ഈസ് എ ഫെയിലിയറാണ്. അവർ പിന്നെ എക്സിസ്റ്റിംഗ് ഉണ്ടാവില്ല, അവർക്ക് അതിലൊന്നും മൈലേജ് കിട്ടൂല. അതൊക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇല്ലാതായി പോകും. സോ താങ്ക് യു വെരി മച്ച് അമീൻ ഹസൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ബിസിനസ്സിൽ ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ടില്ല, ഞാൻ തന്നെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് ഡിസ്കഷൻസ് നമ്മളെടുത്ത് നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ഫാമിലി ബിസിനസ്സിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ സൽമാൻ ഫാരിസ്. ബൈ. താങ്ക് യു. ഓക്കെ.